ഒമാനിലെ മസ്കറ്റിൽ പ്രഭാത നമസ്കാരത്തിൻ്റെ ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം നഗരത്തിലെ ഏറ്റവും വലിയ അറബ് വില്ലയുടെ ഇരുമ്പ് ഗേറ്റ് പതിയെ തുറന്നു. ആ ഗേറ്റിലൂടെ അകത്തേക്ക് നടന്നു കയറിയത് ഒരു മലയാളി യുവാവായിരുന്നു. അയാൾക്ക് അന്ന് അറിയില്ലായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ജീവിതം എന്നേക്കുമായി മാറുമെന്ന്. ഒമാനിലെ ഒരു നഗരത്തിൽ അന്ന് പുലർച്ചെ നല്ല തണുപ്പായിരുന്നു. പർവ്വതനിരകൾക്കിടയിലൂടെ സൂര്യൻ്റെ ആദ്യ പ്രകാശം പതിയെ പടർന്നിറങ്ങുകയായിരുന്നു. ആ സമയത്ത് പഴയ ഒരു വെള്ള നിറമുള്ള ഒരു വലിയ വണ്ടി വീട്ടുമുറ്റത്ത് വൃത്തിയാക്കുകയായിരുന്നു മലപ്പുറം സ്വദേശിയായ റാഷിദ്. അവന് 32 വയസ്സായിരുന്നു. 7 വർഷമായി ഒമാനിൽ ജോലി ചെയ്യുന്നു. വീട്ടിൽ വയസ്സായ ഉപ്പയും ഉമ്മയും പഠിക്കുന്ന 2 അനുജത്തിമാരും. ഓരോ മാസവും ശമ്പളം കിട്ടുന്ന ദിവസം ആദ്യം പണം അയക്കുന്നത് വീട്ടിലേക്കായിരുന്നു. സ്വന്തമായി ഒന്നും വാങ്ങുന്ന ശീലമില്ല. ആദ്യം വീട്ടുകാർ, പിന്നെ ഞാൻ. അതാണ് അവൻ്റെ ജീവിതം. റാഷിദ് ജോലി ചെയ്തിരുന്നത് നഗരത്തിലെ പ്രമുഖ ഒമാനി കുടുംബമായ അൽ ഹാത്തി കുടുംബത്തിലായിരുന്നു. എന്നാൽ അവൻ്റെ ജോലി വീട്ടിലെ എല്ലാവരെയും കൊണ്ടു നടക്കുക എന്നതല്ല. ആ വീട്ടിലെ 79 വയസ്സുള്ള വിധവയായ സയ്യിദ ബദ്രിയയെ ആശുപത്രിയിലേക്കും പള്ളിയിലേക്കും പഴയ ഈന്തപ്പനത്തോട്ടത്തിലേക്കും കൊണ്ടുപോകുക എന്നതായിരുന്നു. വീട്ടിലെ ജോലിക്കാർ എല്ലാവരും അവളെ പേടിച്ചിരുന്നു. ബാന്ദ്രിയ മാഡത്തിന് ദേഷ്യം പെട്ടെന്ന് വരും. അവർ ആരെയും വിശ്വസിക്കില്ല. ഒരു ദിവസം പോലും ഡ്രൈവർമാർ അവിടെ നിൽക്കാറില്ല. ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും സംസാരം. പക്ഷേ റാഷിദ് മാത്രം ഒരിക്കലും അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചില്ല. ആദ്യ ദിവസം റാഷിദ് കാറിൻ്റെ വാതിൽ തുറന്ന് വിനയത്തോടെ പറഞ്ഞു, "അസ്സലാമു അലൈക്കും ഉമ്മ." വയോധിക അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ കർക്കശതയുണ്ടായിരുന്നു. പക്ഷേ ആ അഭിവാദ്യത്തിൽ അവൾ ഒരു ആദരവ് കണ്ടു. സലാം മടക്കി പറഞ്ഞു. അതായിരുന്നു അവരുടെ ആദ്യ സംഭാഷണം. ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ചൊവ്വാഴ്ചയും അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിലേക്ക്, ശനിയാഴ്ച ഭർത്താവിൻ്റെ കബറിടത്തിലേക്ക്. ഓരോ യാത്രയിലും ബദ്രിയ അധികം സംസാരിക്കാറില്ല. കാറിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. ഒരു ദിവസം കബറിടത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അവൾ ആദ്യമായി റാഷിദിനോട് ചോദിച്ചു, "നിനക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്?" റാഷിദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഉമ്മയും ഉപ്പയും 2 അനിയത്തിമാരും." "കാണാൻ പോകാറുണ്ടോ?" "2 വർഷമായി പോയിട്ടില്ല." അത് കേട്ടപ്പോൾ ബദ്രിയ മിണ്ടാതെയായി. കുറച്ചു കഴിഞ്ഞ് അവൾ ജനലിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, "കാത്തിരിക്കുന്നവരുടെ സമയം വളരെ പതുക്കെയാണ് കടന്നു പോകുന്നത്." റാഷിദിന് ആ വാക്കിൻ്റെ ആഴം അപ്പോൾ മനസ്സിലായില്ല. ഒരു വൈകുന്നേരം വീട്ടിലെ വലിയ ഹാളിൽ നിന്ന് ഉച്ചത്തിലുള്ള തർക്ക ശബ്ദം കേട്ടു. ബദ്രയുടെ 2 മക്കളും സ്വത്തിനെക്കുറിച്ച് വഴക്കിടുകയായിരുന്നു. "ഈ വീട് എനിക്ക് വേണം." "ഇല്ല, അബ്ബ എഴുതിയത് എനിക്കാണ്." ആ ശബ്ദങ്ങൾ കേട്ട് ബദ്രിയ മെല്ലെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ആരും അവളെ ശ്രദ്ധിച്ചില്ല. അന്നു രാത്രി മരുന്ന് കഴിക്കാൻ വെള്ളമെടുത്ത് റാഷിദ് അവളുടെ മുറിയിൽ ചെന്നപ്പോൾ അവൾ ഒറ്റയ്ക്കിരുന്ന് പഴയ ഒരു ഫോട്ടോ നോക്കി കരയുകയായിരുന്നു. റാഷിദ് ഒന്നും ചോദിച്ചില്ല. വെള്ളം മേശപ്പുറത്ത് വെച്ച് തിരികെ പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നിൽ നിന്ന് അവളുടെ ശബ്ദം, "റാഷിദ്." "അതേ ഉമ്മ." "നീ എന്തുകൊണ്ടാണ് ഒന്നും ചോദിക്കാത്തത്?" റാഷിദ് ചെറുതായി പുഞ്ചിരിച്ചു. ചില കണ്ണീരിന് ചോദ്യങ്ങളല്ല, ഒരു നിശബ്ദതയാണ് വേണ്ടത്. ആ മറുപടി കേട്ട് ആ വയോധികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വർഷങ്ങൾക്കു ശേഷം ആദ്യമായി മനസ്സറിഞ്ഞ് ചിരിച്ചു. ആ ചിരി റാഷിദിൻ്റെ ജീവിതം മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവരുടെയും ജീവിതം മാറ്റാൻ പോകുകയാണെന്ന് അന്ന് അവന് അറിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ റാഷിദ് കാർ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. കൃത്യം 8 മണിക്ക് ബദ്രിയ പുറത്തിറങ്ങി. എന്നാൽ അന്ന് അവരുടെ കയ്യിൽ ഒരു ചെറിയ തുണിസഞ്ചി ഉണ്ടായിരുന്നു. "ഇന്ന് ആശുപത്രിയിലേക്കല്ല, ആദ്യം പഴയ മാർക്കറ്റിലേക്ക് പോകാം." റാഷിദ് തലകുലുക്കി. കാർ മെല്ലെ നിസ്വായിലെ പഴയ സൂക്കിലേക്ക് നീങ്ങി. വഴിയിലുടനീളം ബദ്രിയ ഒന്നും മിണ്ടിയില്ല. മാർക്കറ്റിലെത്തിയപ്പോൾ അവർ ഒരു ചെറിയ കടയിൽ കയറി. അവിടെ നിന്നിരുന്ന വയോധിക കടക്കാരൻ അവരെ കണ്ടതും ആദരവോടെ എഴുന്നേറ്റു. "ഇത്ര നാളായല്ലോ നിങ്ങളെ കണ്ടിട്ട്." ബദ്രിയ ചെറുതായി ചിരിച്ചു. "പ്രായമായി, ഇനി അധികം പുറത്തു പോകാൻ കഴിയുന്നില്ല." അവർ കുറച്ച് ഈന്തപ്പഴവും തേനും വാങ്ങി. പുറത്തിറങ്ങുമ്പോൾ വഴിയരികിലിരുന്നിരുന്ന ഒരു വയോധികൻ റൊട്ടി വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നത് റാഷിദ് കണ്ടു. ഒന്നും പറയാതെ അവൻ കടയിൽ കയറി റൊട്ടിയും വെള്ളവും വാങ്ങി ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. "അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മോനെ." വൃദ്ധൻ്റെ വിറയുന്ന ശബ്ദം കേട്ട് റാഷിദ് ഒന്ന് പുഞ്ചിരിച്ചു. "എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി." കാറിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ബദ്രിയ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ റാഷിദിൻ്റെ മുഖത്തായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവൾ ശാന്തമായി ചോദിച്ചു, "അവന് നീ ആരായിരുന്നു?" റാഷിദ് അത്ഭുതത്തോടെ നോക്കി. "ആർക്കാണ്?" "ആ വൃദ്ധന്."
റാഷിദ് ചിരിച്ചു. ആരുമല്ല, പിന്നെ എന്തിനാണ് സഹായിച്ചത്? എൻ്റെ ഉപ്പ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ ആരെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ആ മറുപടി കേട്ടപ്പോൾ ബദ്രിയയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ ദിവസം മുതൽ റാഷിദിനെ അവൾ വെറും ഡ്രൈവറായി കണ്ടില്ല. ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം വീട്ടിലെ ജോലിക്കാരി ഓടി വന്ന് റാഷിദിനോട് പറഞ്ഞു, മാഡം നിന്നെ വിളിക്കുന്നു. റാഷിദ് മുറിയിലേക്ക് ചെന്നപ്പോൾ മേശപ്പുറത്ത് ചൂട് കഹ്വയും ഈന്തപ്പഴവും ഒരുക്കിയിരുന്നു. ഇരിക്കൂ. റാഷിദ് മടിച്ചു നിന്നു. ഉമ്മ, ഞാനിവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ? അവൻ പതുക്കെ ഇരുന്നു. ബദ്രിയ കഹ്വ ഒഴിച്ച് അവൻ്റെ മുന്നിലേക്ക് നീക്കി. 7 വർഷമായി നീ ഇവിടെ ജോലി ചെയ്യുന്നു. ഒരിക്കൽ പോലും ശമ്പളം കൂട്ടണമെന്ന് നീ ആവശ്യപ്പെട്ടിട്ടില്ല. റാഷിദ് ചെറുതായി ചിരിച്ചു. അവർ തരുന്നത് എനിക്ക് മതിയാകുന്നു. നിനക്ക് സ്വന്തമായി എന്തെങ്കിലും സ്വപ്നമില്ലേ? അവൻ കുറച്ചു നേരം ആലോചിച്ചു. ഉണ്ട്. എന്താണ്? നാട്ടിലൊരു ചെറിയ വീട്. ഉമ്മയും ഉപ്പയും വാടക വീട്ടിൽ നിന്ന് മാറണം. അത്രയേ ഉള്ളൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ ബദ്രിയ ദീർഘനിശ്വാസമെടുത്തു. ചില മനുഷ്യരുടെ സ്വപ്നങ്ങൾ എത്ര ചെറുതാണ്, പക്ഷേ ഹൃദയം എത്ര വലുതാണ്. അന്ന് വൈകുന്നേരം ബദ്രിയ തൻ്റെ കൊച്ചുമകൻ യൂസുഫിനെ വിളിച്ചു. റാഷിദിനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? യൂസുഫ് ചിരിച്ചു. ഉമ്മുമ്മ, ഈ വീട്ടിൽ പണത്തിന് വേണ്ടിയല്ല, മനസ്സുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യൻ അയാളാണ്. ബദ്രിയ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൾ മനസ്സിലൊരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം റാഷിദിൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. കാലം മെല്ലെ മുന്നോട്ട് നീങ്ങി. നിസ്വായിലെ ആ വലിയ വീട്ടിൽ എല്ലാവരും പഴയ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. ബദ്രിയയുടെ മുഖത്തിപ്പോൾ ഒരു സമാധാനമുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് റാഷിദിനെ തന്നെയായിരുന്നു. റാഷിദ്, കാർ റെഡിയാണോ മോനെ? റെഡിയാണ് ഉമ്മ. ആ മോനെ എന്നൊരു വിളി റാഷിദിന് തൻ്റെ ഉമ്മയെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ ബദ്രിയ പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് വീട്ടിലേക്കല്ല, വേറൊരിടത്തേക്ക് പോകാം. എവിടേക്കാണ് ഉമ്മ? പഴയ ഈന്തപ്പനത്തോട്ടത്തിലേക്ക്. നഗരത്തിൽ നിന്ന് കുറച്ചകലെ ആയിരുന്നു ആ തോട്ടം. വർഷങ്ങൾ പഴക്കമുള്ള ഈന്തപ്പനകൾ, ചെറിയ കല്ലുവഴികൾ, നിശബ്ദത. അവിടെ എത്തിയ ബദ്രിയ കാറിൽ നിന്ന് പതുക്കെ ഇറങ്ങി. റാഷിദും കൂടെ നടന്നു. ഒരു വലിയ ഈന്തപ്പനയുടെ ചുവട്ടിലെത്തിയപ്പോൾ അവൾ നിന്നു. ഇവിടെ ഇരിക്കാം. ഇരുവരും നിശബ്ദമായി ഇരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ബദ്രിയ സംസാരിക്കാൻ തുടങ്ങി. റാഷിദ്, നിനക്കറിയാമോ ഈ തോട്ടം ഒരു കാലത്ത് കുട്ടികളുടെ ചിരി കൊണ്ട് നിറഞ്ഞിരുന്നു? റാഷിദ് ശ്രദ്ധയോടെ കേട്ടു. എൻ്റെ ഭർത്താവും ഞാനും എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരുമായിരുന്നു. മക്കളും കൊച്ചുമക്കളും ഓടിക്കളിക്കുമായിരുന്നു. അവളുടെ ശബ്ദം പതിയെ വിങ്ങി. ഇന്ന് നോക്കൂ, ചുറ്റും നിശബ്ദത മാത്രം. വീട് വലുതായി, പണം കൂടി, പക്ഷേ കുടുംബം ചെറുതായി. റാഷിദ് ഒന്നും പറഞ്ഞില്ല. ചില വേദനകൾക്ക് ആശ്വാസവാക്കുകളേക്കാൾ നിശബ്ദതയാണ് നല്ലത്. തിരികെ പോകാൻ എഴുന്നേൽക്കുമ്പോൾ ബദ്രിയയ്ക്ക് തല കറങ്ങി. റാഷിദ് ഓടിച്ചെന്ന് അവളെ താങ്ങിപ്പിടിച്ചു. ഉമ്മ, ശ്രദ്ധിക്കണം. അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും വീണുപോയേനെ മോനെ. റാഷിദ് ചിരിച്ചു. അള്ളാഹു ഉള്ളിടത്തോളം ഒന്നും സംഭവിക്കില്ല. ആ രാത്രി റാഷിദ് വീട്ടിലേക്ക് പണം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മയുടെ വീഡിയോ കോൾ വന്നു. മോനെ, നീ അയച്ച പണം കിട്ടി. ഉമ്മയുടെ മുഖത്ത് സന്തോഷം. ഉപ്പ പിന്നിലിരുന്ന് ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ഉപ്പ? സുഖമാണോ? സുഖമാ മോനെ. പക്ഷേ നീ എപ്പോഴാണ് വരുന്നത്? ആ ചോദ്യം കേട്ട് റാഷിദ് കുറച്ചു നേരം മിണ്ടിയില്ല. വേഗം വരാം ഉപ്പ. കോൾ അവസാനിപ്പിച്ചതിന് ശേഷം അവൻ കുറച്ചു നേരം ജനലിനരികിൽ നിന്നു. പ്രവാസിയുടെ ഏറ്റവും വലിയ വേദന. വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പിറ്റേന്ന് രാവിലെ ബദ്രിയയുടെ മുറിയിൽ നിന്ന് ബെൽ മുഴങ്ങി. റാഷിദ് ഓടിച്ചെന്നു. അവൾ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. മുഖം ക്ഷീണിച്ചിരിക്കുന്നു. റാഷിദ്, പറയൂ ഉമ്മ. ഈ അലമാര തുറക്കൂ. അവൻ അലമാര തുറന്നു. അകത്ത് പഴയ ഫോട്ടോകളും ചില ഡയറികളും ഒരു മരപ്പെട്ടിയും. ആ ചെറിയ മരപ്പെട്ടി എനിക്ക് എടുത്തു തരൂ. റാഷിദ് അത് കൈമാറി. ബദ്രിയ കുറച്ചു നേരം അതിൽ കൈവച്ച് നിശബ്ദയായി. ശേഷം മെല്ലെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. റാഷിദ് ശ്രദ്ധയോടെ കേട്ടു. ആ രഹസ്യം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. പുറത്ത് കാറ്റ് വീശി. ബദ്രയുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സമയം കുറയുന്നുവെന്ന് തോന്നുന്നു റാഷിദ്. അവൾ മരപ്പെട്ടി തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ ഫോട്ടോയും ഒരു മുദ്ര വെച്ച കവറും ഉണ്ടായിരുന്നു. ആ കവർ മെല്ലെ അവൾ കയ്യിലെടുത്തു. പക്ഷേ തുറന്നില്ല. അത് റാഷിദിൻ്റെ കയ്യിലേക്ക് നീട്ടിക്കൊടുത്തു. ഇത് ഇപ്പോൾ തുറക്കരുത്. റാഷിദ് അത്ഭുതത്തോടെ അവളെ നോക്കി. ഞാൻ ഈ ലോകത്ത് ഇല്ലാതായതിനു ശേഷം മാത്രം ഇത് തുറക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ റാഷിദിൻ്റെ മനസ്സിലൂടെ ഒരു തണുത്ത വിറയൽ കടന്നുപോയി. ആ കവറിനുള്ളിൽ എന്തായിരുന്നു അത്? റാഷിദിൻ്റെ കൈകളിലിരുന്ന ആ തവിട്ട് നിറമുള്ള കവർ അവനൊരു സാധാരണ പേപ്പർ കഷ്ണം പോലെ തോന്നിയില്ല. അതിൻ്റെ ഭാരം വളരെ ചെറുതായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തിൻ്റെ ഭാരം അവൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുകയായിരുന്നു. ഉമ്മ, എന്താണിതിൽ? ബദ്രിയ ചെറുതായി പുഞ്ചിരിച്ചു.
ഇപ്പോൾ അറിയേണ്ട സമയം അല്ല മോനെ. പക്ഷേ എനിക്കൊരു വാക്കുതാ. എന്ത് വാക്ക്? ഞാൻ മരിക്കുന്നത് വരെ ഇതൊരിക്കലും തുറക്കില്ലെന്ന്. റാഷിദ് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഞാൻ വാക്കു തരുന്നു. ഭദ്രയുടെ മുഖത്തൊരു സമാധാനം വിരിഞ്ഞു. നന്ദി, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ആ വാക്കുകൾ റാഷിദിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഭദ്രയുടെ ആരോഗ്യനില ദിവസേന മോശമായിക്കൊണ്ടിരുന്നു. ഡോക്ടർമാർ വരും, മരുന്നുകൾ മാറും, പക്ഷേ രോഗം മാറിയില്ല. ഇതിനിടയിൽ വീട്ടിൽ മറ്റൊരു കാര്യമാണ് നടക്കുന്നത്. ഭദ്രയുടെ മക്കൾ സ്വത്ത് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. ഈ വീട് ആരുടെ പേരിലാകും? ഈന്തപ്പനത്തോട്ടം എനിക്ക് വേണം. മസ്കറ്റിലെ കെട്ടിടം എൻ്റെ വിഹിതമാണ്. അവരുടെ സംസാരത്തിൽ ഉമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരാൾ പോലും ചോദിച്ചില്ല. റാഷിദ് ഇതെല്ലാം കണ്ടു നിശബ്ദനായി നിന്നു. ഒരു ദിവസം രാത്രി ഭദ്രിയ ജനലരികിൽ ഇരിക്കുകയായിരുന്നു. റാഷിദ് മരുന്നുമായി അകത്തേക്ക് വന്നു. ഉമ്മ, മരുന്ന് കഴിക്കാം. അവൾ മരുന്ന് വാങ്ങി. ശേഷം പതുക്കെ ചോദിച്ചു, റാഷിദ്, നിനക്കൊരിക്കലും തോന്നിയിട്ടില്ലേ ചിലപ്പോൾ പണത്തേക്കാൾ ഒരു മനുഷ്യൻ്റെ സാമീപ്യമാണ് വിലപ്പെട്ടതെന്ന്? റാഷിദ് മറുപടി പറഞ്ഞു, തോന്നിയിട്ടുണ്ട് ഉമ്മ. എൻ്റെ ഉപ്പ പറയുമായിരുന്നു, വീട് വലിയതാകുന്നത് കൊണ്ടല്ല കുടുംബം വലുതാകുന്നത്, പരസ്പരം അന്വേഷിക്കുന്ന മനസ്സാണ് കുടുംബത്തെ വലുതാക്കുന്നത് എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. നിൻ്റെ ഉപ്പ വലിയ മനുഷ്യനാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ വീട്ടിലെ ബെൽ ശക്തമായി മുഴങ്ങി. റാഷിദ് ഓടിയെത്തി. ഭദ്രയ്ക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ ആംബുലൻസ് വിളിച്ചു. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ അവൾ റാഷിദിൻ്റെ കൈ മുറുകെ പിടിച്ചു. എനിക്ക് പേടിയില്ല മോനെ. ഉമ്മ, ഒന്നും സംഭവിക്കില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവൾ ചെറുതായി ചിരിച്ചു. പക്ഷേ എൻ്റെ യാത്ര അടുത്തെത്തിയെന്ന് എനിക്കറിയാം. റാഷിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ പറയരുത്. ഭദ്രയ മെല്ലെ അവൻ്റെ കണ്ണുനീർ തുടച്ചു. കരയരുത്. നീ കരഞ്ഞാൽ എനിക്ക് വിഷമമാകും. ICUവിന് പുറത്ത് റാഷിദ് മണിക്കൂറുകളോളം ഇരുന്നു. ഭദ്രയുടെ മക്കൾ ഓരോരുത്തരായി ആശുപത്രിയിലെത്തി. പക്ഷേ അവരുടെ സംസാരത്തിൻ്റെ വിഷയം ചികിത്സയല്ലായിരുന്നു. വക്കീലിനെ വിളിച്ചോ? വിൽ എവിടെയാണ്? രേഖകൾ സുരക്ഷിതമാണല്ലോ. റാഷിദിന് അത് കേട്ട് ഹൃദയം വേദനിച്ചു. പുലർച്ചെ ഡോക്ടർ പുറത്തു വന്നു. മുഖം ഗൗരവമായിരുന്നു. അവസ്ഥ വളരെ ഗുരുതരമാണ്. കുടുംബാംഗങ്ങൾ അകത്ത് വരാം. എല്ലാവരും അകത്തേക്ക് പോയി. റാഷിദ് മാത്രം പുറത്തു നിന്നു. അല്പസമയത്തിന് ശേഷം ഒരു നഴ്സ് പുറത്തു വന്ന് ചോദിച്ചു, റാഷിദ് ആരാണ്? ഞാനാണ്. അവർ നിങ്ങളെയും വിളിക്കുന്നുണ്ട്. അവൻ അകത്തേക്ക് നടന്നു. ഓക്സിജൻ മാസ്ക് ധരിച്ച ഭദ്രയ കണ്ണു തുറന്നു. റാഷിദിനെ കണ്ടപ്പോൾ അവൾ ചെറുതായി പുഞ്ചിരിച്ചു. വളരെ പ്രയാസപ്പെട്ട് അവൾ പറഞ്ഞു, വാക്ക് മറക്കരുത്. റാഷിദ് തലകുലുക്കി. ഒരിക്കലും മറക്കില്ല. അവളുടെ വിരലുകൾ പതുക്കെ അയഞ്ഞു. ഹൃദയമിടിപ്പ് കാണിക്കുന്ന യന്ത്രത്തിൻ്റെ ശബ്ദം നേരെയായി മാറി. മുറിയാകെ നിശബ്ദത പടർന്നു. റാഷിദ് തലകുനിച്ചു നിന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിലത്തേക്ക് വീണു. ജീവിതത്തിൽ ആദ്യമായി സ്വന്തം ഉമ്മയല്ലാത്ത ഒരാളുടെ വേർപാടിൽ അവൻ ഒരു മകനെ പോലെ കരഞ്ഞു. അന്ന് വൈകുന്നേരം കബറടക്കം കഴിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ എല്ലാവരും സ്വത്തിൻ്റെ രേഖകൾ തിരയുന്ന തിരക്കിലായിരുന്നു. റാഷിദ് മാത്രം തൻ്റെ ചെറിയ മുറിയിലേക്ക് നടന്നു. അവൻ്റെ ബാഗിനുള്ളിൽ ഭദ്രയ ഏൽപ്പിച്ച ആ മുദ്ര വെച്ച കവർ ഇപ്പോഴും അതേപടി കിടക്കുകയായിരുന്നു. അവനത് കയ്യിലെടുത്തു. ഇന്ന് ആ വാക്ക് പാലിക്കേണ്ട ബാധ്യത അവസാനിച്ചിരുന്നു. അവൻ്റെ കൈകൾ വിറച്ചു. കവറിൻ്റെ മുദ്ര പതുക്കെ പൊട്ടിച്ചു. അകത്തുണ്ടായിരുന്നത് കണ്ടപ്പോൾ റാഷിദ് ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്നുപോയി. റാഷിദിൻ്റെ കൈകൾ ചെറുതായി വിറച്ചുകൊണ്ടിരുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന വാക്ക്. ഞാൻ മരിച്ച ശേഷം മാത്രം ഇത് തുറക്കണം. ആ വാക്കോർത്ത് അവൻ പതുക്കെ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു കത്തും ഒരു പഴയ കറുപ്പ് വെളുപ്പ് ഫോട്ടോയും ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ അരികിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന യുവതിയുമായിരുന്നു. ആ യുവതി ഭദ്രയായിരുന്നു. പക്ഷേ ആ യുവാവിനെ റാഷിദ് ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ ഉടൻ കത്ത് തുറന്നു. അതിൽ മനോഹരമായ അറബിക് കയ്യക്ഷരത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട റാഷിദിന്, ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഉണ്ടാകില്ല. നിനക്ക് ഞാൻ ഒരിക്കലും പറയാത്ത ഒരു സത്യം ഇന്ന് പറയേണ്ട സമയമായി. ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ എൻ്റെ ഭർത്താവല്ല. അദ്ദേഹത്തിൻ്റെ പേര് സാലിം. എൻ്റെ ബാല്യകാല സുഹൃത്തും ഞാൻ ആദ്യമായി സ്നേഹിച്ച മനുഷ്യനും. പക്ഷേ കുടുംബത്തിൻ്റെ നിർബന്ധം കാരണം ഞങ്ങൾക്കൊന്നിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു. ജീവിതം മുന്നോട്ടു പോയി. എന്നാൽ സാലിം വിവാഹം കഴിച്ചില്ല. അവൻ ജീവിതം മുഴുവൻ ഒറ്റയ്ക്കായിരുന്നു. 5 വർഷം മുമ്പ് അവൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അവൻ എന്നോട് ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ അവൻ്റെ സമ്പത്ത് കൊണ്ടല്ല ഓർക്കേണ്ടത്, അവൻ ചെയ്ത നന്മ കൊണ്ടാണ്. ആ ദിവസം മുതൽ എൻ്റെ ജീവിതം മാറി. പക്ഷേ എൻ്റെ സ്വന്തം മക്കൾക്ക് ആ നന്മയുടെ വില മനസ്സിലായില്ല. അത് ഞാൻ നിൻ്റെ ജീവിതത്തിൽ കണ്ടു റാഷിദ്. നീ എന്നെ ഒരിക്കലും എൻ്റെ സമ്പത്ത് നോക്കി സ്നേഹിച്ചില്ല. എന്നെ ഒരു ഉമ്മയായി കണ്ടു. അതിനാലാണ് ഈ അവസാന ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്.
റാഷിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കത്തിൻ്റെ അടുത്ത ഭാഗം വായിച്ചു. നിസ്വായിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള അൽഹംറ എന്ന ഗ്രാമത്തിൽ ഒരു ചെറിയ വയോജന ഭവനം ഉണ്ട്. അവിടെ താമസിക്കുന്ന പല വൃദ്ധർക്കും ആരുമില്ല. കുറേ വർഷങ്ങളായി ഞാൻ രഹസ്യമായി അവിടേക്ക് സഹായം അയച്ചിരുന്നു. എൻ്റെ മരണശേഷം അത് നിൽക്കും. എൻ്റെ മക്കൾ അത് തുടരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ പേരിലല്ല, നിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ ആ സഹായം നീ തുടരണം. ഇതിനാവശ്യമായ മുഴുവൻ തുകയും ഞാൻ നിയമപരമായി ട്രസ്റ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പണം നിനക്കുള്ളതല്ല. അതിൽ നിന്ന് ഒരു റിയാൽ പോലും നിനക്കെടുക്കാൻ പാടില്ല. പക്ഷേ ആ വൃദ്ധർക്ക് നീ ഒരു മകനായി ഉണ്ടാകണം. അതാണ് എൻ്റെ അവസാന ആഗ്രഹം. റാഷിദ് കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ കരഞ്ഞത് പണത്തിനു വേണ്ടിയല്ല, ഒരു ഉമ്മയുടെ വിശ്വാസത്തിൻ്റെ ഭാരം കൊണ്ടായിരുന്നു. അവൻ ആകാശത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, ഉമ്മ, ഞാനൊരു വാക്ക് തരുന്നു. നിങ്ങളുടെ അവസാന ആഗ്രഹം ഞാൻ പൂർത്തിയാക്കും. അവൻ അപ്പോൾ അറിയില്ലായിരുന്നു ആ തീരുമാനം അവൻ്റെ ജീവിതത്തെ മാത്രമല്ല, നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ പോകുകയാണെന്ന്. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ റാഷിദ് യാത്ര തിരിച്ചു. ബദ്രയുടെ കത്തിൽ എഴുതിയിരുന്ന വിലാസം അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. അൽഹംറ വൃദ്ധസദനം. മസ്കറ്റിൽ നിന്ന് മണിക്കൂറുകൾ നീണ്ട യാത്ര. മലനിരകൾ കടന്ന് ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ട് അവസാന പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ കാർ നിന്നു. വാതിലിൽ ചെറിയ ഒരു ബോർഡ്, ദാറൽ റഹ്മ വയോജന പരിപാലന കേന്ദ്രം. ചുറ്റും ഈന്തപ്പനകൾ. പൂന്തോട്ടത്തിൽ കുറച്ച് വൃദ്ധർ നിശബ്ദമായി ഇരിക്കുന്നു. ആഡംബരമൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. റാഷിദ് അകത്തേക്ക് നടന്നു. റിസപ്ഷനിൽ നിന്നിരുന്ന പ്രായമായ മാനേജർ അവനെ നോക്കി. ആരെ കാണണം? റാഷിദ് കത്ത് പുറത്തെടുത്തു. ബദ്രിയ അൽഹാർത്തിയുടെ പേരിൽ വന്നതാണ്. ആ പേര് കേട്ടതും ആ വൃദ്ധൻ്റെ മുഖം മാറി. നിങ്ങൾ റാഷിദാണോ? റാഷിദ് അത്ഭുതപ്പെട്ടു. അതെ, പക്ഷേ എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വൃദ്ധൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. റാഷിദിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം റാഷിദിനെ ഒരു ചെറിയ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചുവരിൽ പഴയ കുറച്ച് ചിത്രങ്ങൾ തൂക്കിയിരുന്നു. അതിലൊരു ചിത്രത്തിൽ ബദ്രിയ കുറച്ച് വൃദ്ധരോടൊപ്പം ചിരിച്ചു നിൽക്കുന്നു. ഇത് എപ്പോഴാണ് എടുത്തത്? 4 വർഷം മുമ്പ്. അവർ ഇവിടെ വരാറുണ്ടായിരുന്നോ? എല്ലാ മാസവും. റാഷിദ് അമ്പരന്നു. പക്ഷേ വീട്ടിൽ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാനേജർ ചെറുതായി ചിരിച്ചു. അവർ ആരോടും പറയാറില്ലായിരുന്നു. അദ്ദേഹം ഒരു വലിയ രജിസ്റ്റർ തുറന്നു. അതിൽ കഴിഞ്ഞ 15 വർഷത്തെ കണക്കുകൾ ഉണ്ടായിരുന്നു. മരുന്നുകൾ, ഭക്ഷണം, കിടക്കകൾ, ചികിത്സ, എല്ലാത്തിനും ഒരു പേരായിരുന്നു സഹായിയായി രേഖപ്പെടുത്തിയിരുന്നത്. ബദ്രിയ അൽഹാർത്തി. റാഷിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്ര വർഷമായി? അതെ. അവരുടെ മക്കൾക്ക് അറിയാമോ? മാനേജർ ദീർഘനിശ്വാസമെടുത്തു. അറിയില്ല. അപ്പോൾ വാതിലിനരികിൽ നിന്ന് ഒരു ശബ്ദം, മോനെ. റാഷിദ് തിരിഞ്ഞു നോക്കി. ഏകദേശം 80 വയസ്സ് തോന്നിക്കുന്ന ഒരു ഉമ്മ വടിപിടിച്ച് നിൽക്കുന്നു. അവർ പതുക്കെ അടുത്തു വന്നു. നീ ബദ്രയുടെ റാഷിദല്ലേ? റാഷിദിൻ്റെ തൊണ്ട വരണ്ടു. അതെ. അവർ അവൻ്റെ കൈ പിടിച്ചു. നിന്നെക്കുറിച്ച് അവൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ചോ? അതെ. എന്താണ് പറഞ്ഞത്? വൃദ്ധ പുഞ്ചിരിച്ചു. അവൾ പറയുമായിരുന്നു, എനിക്ക് ജനിച്ച മക്കളുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം മനസ്സിലാക്കിയ ഒരു മകനുമുണ്ട്. അവൻ്റെ പേര് റാഷിദ്. ആ വാക്കുകൾ കേട്ടപ്പോൾ റാഷിദിന് കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തേക്ക് നടന്നു. ആകാശത്തേക്ക് നോക്കി. ഉമ്മ, ഞാൻ ഇത്ര വലിയ സ്ഥാനത്തിന് അർഹനല്ലായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് മാനേജർ ഒരു ചെറിയ താക്കോൽ റാഷിദിൻ്റെ കയ്യിൽ വെച്ചു. ഇത് എന്താണ്? ബദ്രയുടെ സ്വകാര്യ മുറിയുടെ താക്കോൽ. ഇവിടെയും അവർക്കൊരു മുറിയുണ്ടായിരുന്നോ? അതെ. അവർ എല്ലാ മാസവും ഒരു ദിവസം ഇവിടെ താമസിക്കുമായിരുന്നു. റാഷിദ് വാതിൽ തുറന്നു. അകത്ത് വളരെ ലളിതമായ ഒരു മുറി, ഒരു കട്ടിൽ, ഒരു ചെറിയ മേശ, ഒരു ഖുർആൻ, പിന്നെ മേശയുടെ മുകളിൽ ഒരു ഡയറി. അതിൻ്റെ ആദ്യ പേജിൽ എഴുതിയിരുന്നത്, എൻ്റെ ജീവിതത്തിലെ അവസാന സ്വപ്നം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. റാഷിദ് ഡയറി തുറക്കാൻ പോകുമ്പോൾ മാനേജർ പെട്ടെന്ന് പറഞ്ഞു, ആ ഡയറി മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. റാഷിദ് പതുക്കെ ആദ്യ പേജ് തുറന്നു. അവിടെ എഴുതിയിരുന്നത് കണ്ടപ്പോൾ അവനൊരു നിമിഷം അനങ്ങാതെ നിന്നു. റാഷിദിൻ്റെ വിരലുകൾ മെല്ലെ ആ ഡയറിയുടെ ആദ്യ പേജ് മറിച്ചു. അതൊരു സാധാരണ ഡയറി ആയിരുന്നില്ല. ഓരോ പേജിലും തീയതിയും ഒരു മനുഷ്യൻ്റെ പേരും ആ മനുഷ്യന് ചെയ്ത സഹായവും. അവസാനം ഒരു ചെറിയ കുറിപ്പും ഉണ്ടായിരുന്നു. ആദ്യ പേജിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, ഇന്ന് അബ്ദുല്ല എന്ന വൃദ്ധന് പുതിയ കണ്ണട വാങ്ങിക്കൊടുത്തു. കണ്ണു നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു
വാക്ക് ഇന്നും മനസ്സിൽ മുഴങ്ങുന്നു. എൻ്റെ മക്കൾ മറന്നാലും അല്ലാഹു എന്നെ മറന്നില്ല. ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. റാഷിദ് അടുത്ത പേജ് തുറന്നു. ഫാത്തിമ എന്ന ഉമ്മയ്ക്ക് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകി. അവർ എൻ്റെ കൈപിടിച്ചു പറഞ്ഞു, മോളെ, നീ എൻ്റെ മകളായി ജനിക്കേണ്ടവളായിരുന്നു. ആ ദിവസം മുതൽ ഞാൻ തീരുമാനിച്ചു, ജീവിക്കുന്നിടത്തോളം കഴിയുന്നത്ര വൃദ്ധരെ സഹായിക്കണം. ഓരോ പേജും ഒരു നന്മയുടെ കഥയായിരുന്നു. ഓരോ വരിയും വായിക്കുമ്പോൾ റാഷിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഡയറിയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു ചുവന്ന റിബൺ കെട്ടിയ പേജ് കണ്ടു. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നത് എൻ്റെ അവസാന സ്വപ്നം. റാഷിദ് പതുക്കെ വായിച്ചു. ഞാൻ മരിച്ച ശേഷവും ഈ വൃദ്ധസദനം പ്രവർത്തിക്കണം. പക്ഷേ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മാത്രം പോരാ. അവർക്ക് സംസാരിക്കാൻ ഒരാൾ വേണം, കൈപിടിച്ച് നടക്കാൻ ഒരാൾ വേണം, ജന്മദിനം ഓർമ്മിക്കുന്ന ഒരാൾ വേണം, ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം വേണം. റാഷിദിൻ്റെ ഹൃദയം വിങ്ങി. ഡയറിയുടെ അവസാന വരി വായിച്ചപ്പോൾ അവൻ കരഞ്ഞുപോയി. റാഷിദ്, നീ ഈ ഡയറി വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ മനുഷ്യനെയാണ് വിശ്വസിച്ചതെന്ന് അല്ലാഹു എനിക്ക് തെളിയിച്ചിരിക്കുന്നു. റാഷിദിന് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി. വൃദ്ധർ ഇരുന്ന തോട്ടത്തിലേക്ക് നടന്നു. അവിടെ ഒരു ഉപ്പ പഴയ റേഡിയോയിൽ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരുമ്മ നിശബ്ദമായി ആകാശത്തേക്ക് നോക്കിയിരുന്നു. ആർക്കും സന്ദർശകരില്ല, ആർക്കും കാത്തിരിക്കാൻ മക്കളില്ല. റാഷിദ് ഓരോരുത്തരുടെയും അടുത്ത് ചെന്നിരുന്നു. അവരോട് സംസാരിച്ചു, ചിരിച്ചു, ചിരിപ്പിച്ചു. അവരുടെ ജീവിതകഥകൾ കേട്ടു. വൈകുന്നേരമാകുമ്പോൾ അവിടെ മുഴുവൻ ചിരിയുടെ ശബ്ദം ഉയർന്നു. മാനേജർ ദൂരെ ഇരുന്ന് ആ കാഴ്ച നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബദ്രിയ പറഞ്ഞത് ശരിയായിരുന്നു, ഈ മനുഷ്യൻ വെറും ഡ്രൈവറല്ല. അപ്പോഴാണ് റാഷിദിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞത് യൂസുഫ്, ബദ്രിയുടെ കൊച്ചുമകൻ. റാഷിദ് ഫോൺ എടുത്തു. അസ്സലാമു അലൈക്കും. അപ്പുറത്തു നിന്ന് വിറയുന്ന ശബ്ദം, റാഷിദ്, എനിക്ക് നിന്നെ ഉടൻ കാണണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, വളരെ വലിയ പ്രശ്നം. എന്താണ് സംഭവിച്ചത്? യൂസുഫ് കുറച്ചു നേരം മിണ്ടിയില്ല. ശേഷം പതുക്കെ പറഞ്ഞു, ഉമ്മൂമ്മയുടെ വീൽ വായിച്ചു. അതിലെന്താണ്? അതിൽ നിന്റെ പേരുമുണ്ട്. റാഷിദ് ഞെട്ടിപ്പോയി. എൻ്റെ പേരോ? അതെ, പക്ഷേ അത് പണത്തെക്കുറിച്ചല്ല. അതുകൊണ്ടാണ് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. റാഷിദിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. യൂസുഫ് അവസാനമായി പറഞ്ഞു, നീ ഇന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് വരണം. ഉമ്മൂമ്മ നിനക്കായി വിട്ടുപോയത് കണ്ടാൽ നിനക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. ഫോൺ കട്ടായി. റാഷിദ് കയ്യിലിരുന്ന ഡയറിയിലേക്ക് നോക്കി, പിന്നെ ആകാശത്തേക്കും. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം, ബദ്രിയ എനിക്ക് വേണ്ടി എന്താണ് വിട്ടുപോയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. സന്ധ്യയായപ്പോഴേക്കും റാഷിദിൻ്റെ കാർ വീണ്ടും അൽഹാർത്തി കുടുംബത്തിൻ്റെ വലിയ വില്ലയുടെ ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു. വീട്ടുമുറ്റത്ത് അസാധാരണമായ നിശബ്ദത. ഹാളിൽ കുടുംബാംഗങ്ങളെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. മധ്യത്തിൽ കുടുംബത്തിൻ്റെ അഭിഭാഷകനും. റാഷിദ് അകത്തേക്ക് കയറിയപ്പോൾ പലരും അവനെ അതൃപ്തിയോടെ നോക്കി. വാ റാഷിദ്, യൂസുഫ് അവനെ അടുത്തേക്ക് വിളിച്ചു. അഭിഭാഷകൻ പതുക്കെ എഴുന്നേറ്റു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ബദ്രിയ ബീവി അവരുടെ അവസാന ആഗ്രഹങ്ങൾ നിയമപരമായി രേഖപ്പെടുത്തിയിരുന്നു. ഹാളിൽ നിശബ്ദത. അവരുടെ സ്വത്തുക്കൾ മുഴുവൻ നിയമപ്രകാരം കുടുംബാംഗങ്ങൾക്കാണ്. അത് കേട്ടതും ചിലരുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. പക്ഷേ അഭിഭാഷകൻ അടുത്ത പേജ് തുറന്നു. എന്നാൽ ഒരു പ്രത്യേക കുറിപ്പ് അവർ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു. അദ്ദേഹം ഉറക്കെ വായിക്കാൻ തുടങ്ങി. എൻ്റെ മക്കൾക്ക് ഞാൻ സ്വത്ത് നൽകുന്നു, കാരണം അത് അവരുടെ അവകാശമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ സമ്പത്ത് ഒരു മനുഷ്യനാണ്. അവൻ്റെ പേര് റാഷിദ്. ഹാളിലാകെ നിശബ്ദത. റാഷിദ് തലകുനിച്ച് നിന്നു. അഭിഭാഷകൻ തുടർന്നു, എൻ്റെ മരണശേഷം എൻ്റെ മുറിയിലുള്ള പഴയ ഖുർആനും എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനിച്ച തസ്ബീഹും ഞാൻ ദിവസവും ഉപയോഗിച്ചിരുന്ന ചായക്കപ്പും ഇവ മൂന്നും റാഷിദിന് നൽകണം. കാരണം ഇവയുടെ വില പണമല്ല, ഓർമ്മകളാണ്. അവനൊരിക്കലും എന്നെ ഒറ്റപ്പെടുത്തി കണ്ടിട്ടില്ല. അവൻ എന്നെ ഒരു ഉമ്മയായി കണ്ടു. എൻ്റെ മക്കൾ അവനെ ഒരിക്കലും ജോലിക്കാരനായി കാണരുത്. അവൻ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹാളിലിരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. യൂസുഫ് എഴുന്നേറ്റ് റാഷിദിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ റാഷിദിൻ്റെ കൈകൾ രണ്ടും പിടിച്ചു. എന്നോട് ക്ഷമിക്കണം. റാഷിദ് അമ്പരന്നു. എന്തിനാണ്? ഉമ്മൂമ്മ നിന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ഇന്ന് മാത്രമാണ് മനസ്സിലായത്. യൂസുഫിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. നീ ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ല. ഉമ്മൂമ്മയുടെ അവസാനകാല ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. റാഷിദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ നിശബ്ദനായി കണ്ണുനീർ തുടച്ചു. അടുത്ത ദിവസം റാഷിദ് വീണ്ടും ദാർ അൽ റഹ്മ വയോജന പരിപാലന കേന്ദ്രത്തിലെത്തി. ഈ പ്രാവശ്യം അവൻ്റെ കയ്യിൽ ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നു. അത് പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചു. അതിൽ എഴുതിയിരുന്നത്,
ബദ്രിയ റഹ്മ സെൻറ്റർ. ഇവിടെ വരുന്ന ഓരോ വൃദ്ധനും ഒരു ഉമ്മയും ഒരു ഉപ്പയുമാണ്. താഴെ ചെറിയ അക്ഷരത്തിൽ ഒരു ഉമ്മയുടെ അവസാന ആഗ്രഹം സാക്ഷാത്കരിച്ച മകൻ റാഷിദ്. ആ ബോർഡ് കണ്ടപ്പോൾ അവിടെ താമസിക്കുന്ന വൃദ്ധരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ഓരോ വെള്ളിയാഴ്ചയും റാഷിദ് അവിടെ എത്തും. ഒരാളോടൊപ്പം ചായ കുടിക്കും, മറ്റൊരാളോട് പഴയ കഥകൾ കേൾക്കും, ജന്മദിനങ്ങൾ ആഘോഷിക്കും. ആരും കാണാൻ വരാത്ത വൃദ്ധരുടെ അരികിൽ മണിക്കൂറുകളോളം ഇരിക്കും. അവിടെ പണം ചെലവഴിച്ചതിനേക്കാൾ സമയം ചെലവഴിക്കാൻ അവൻ പഠിച്ചു. ഒരു ദിവസം പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ ഒരു വൃദ്ധ ഉമ്മ അവൻ്റെ കൈപിടിച്ച് ചോദിച്ചു, മോനെ, നീ ഞങ്ങളുടെ ആരാണ്? റാഷിദ് ചെറുതായി പുഞ്ചിരിച്ചു. ആകാശത്തേക്ക് ഒന്ന് നോക്കി ബദ്രിയയെ മനസ്സിൽ ഓർത്തു. ശേഷം പതുക്കെ പറഞ്ഞു, ഞാൻ ഒരു ഉമ്മ എന്നെ ഏൽപ്പിച്ച മകനാണ്. ആകാശത്ത് മൃദുവായ കാറ്റ് വീശി. ഈന്തപ്പനകളുടെ ഇലകൾ മെല്ലെ അനങ്ങി. എങ്ങോ നിന്ന് ബദ്രിയയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ റാഷിദിന് തോന്നി. നന്ദി മോനെ. റാഷിദ് പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല. ഒരു ഉമ്മയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച മകൻ്റെ സന്തോഷമായിരുന്നു. ജീവിതത്തിൽ നാം സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് പണമല്ല, നമ്മുടെ സ്നേഹവും കരുണയും കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നാം തേടുന്ന സ്ഥാനമാണ്. ചിലപ്പോൾ ഒരു അന്യൻ പോലും സ്വന്തം മകനേക്കാൾ വലിയ മകനായി മാറും. മനുഷ്യൻ മരിച്ചാലും അവൻ ചെയ്ത നന്മകൾ ജീവിച്ചിരിക്കും.